നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കണ്ടോ മുഖം വാഷ് ചെയ്തിട്ട് നിൽക്കല്ല കേട്ടോ, എന്തൊക്കെ മുഖത്ത് കൂടെ കഴിക്കണം. നല്ല ചൂടത്തിരുന്നു. ഒരു 10 മിനിറ്റ്, 10 ഒരു 20 മിനിറ്റ് റൂഫിൽ പോയി കുറച്ച് പണിയെടുത്തു. ഇവിടെ കണ്ടോ ബാക്കിൽ വെള്ളം. ഈ വെള്ളം ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പണി ഉണ്ടായിരുന്നു, പമ്പിൻ്റെ ഒരു ലീക്ക്. അപ്പോൾ അതിന് നമ്മളൊരു പമ്പ് ടെക്നീഷ്യൻ ഉണ്ടോ അവൻ്റെ കൂടെ ജസ്റ്റ് നമുക്കൊരു ഹെൽപ്പിന് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറൻ്റെ വർക്കാണ് കേട്ടോ. ഒരു ക്യാമറ റീലൊക്കേഷൻ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് DSLR. അപ്പോൾ സിലിക്കോൺ ഓയിസസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുന്ന് ഇനി അല്ലാതെ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് വർക്ക് എന്നുള്ളത്. ഓക്കെ, എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
दूसरा चालू नहीं किया। ഈ ക്യാമറ ഇത് എൻട്രി ബാരിയർ, ഇതിൻ്റെ ക്യാമറ ഇത്. അപ്പോൾ വണ്ടി തട്ടിക്കഴിഞ്ഞാലോ വണ്ടി ഇടിച്ചു കഴിഞ്ഞാലോ ആരാണ് തട്ടിച്ചു എന്നുള്ളത് കണ്ടുപിടിച്ചാൽ. ഇത് എക്സിറ്റ് ബാരിയർ. എക്സിറ്റ് ബാരിയറിൻ്റെ ക്യാമറ ഈ പൊസിഷനിലാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് കാണുക. അപ്പോൾ വണ്ടി അവിടെ തട്ടിക്കഴിഞ്ഞാൽ ആ ക്യാമറയിൽ വരില്ല, കവറാവില്ല. അപ്പോൾ അതിനിപ്പോൾ ചെയ്യാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതാ ഇവിടെ ഫിക്സ് ചെയ്യും, ഈ പൈപ്പിൻ്റെ അവിടെ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ വണ്ടി അവിടെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ക്യാമറയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിൽഡിങ്ങിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, ഇവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ, റീലൊക്കേറ്റിംഗ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്യാമറ അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തു കേട്ടോ. ഇത് റിമൂവ് ചെയ്തു. ഏകദേശം ഇവിടെയാണ് വെക്കണത്, കുറച്ച് അപ്പുറത്തേക്ക്. ഏകദേശം ഒരു 3 മീറ്റർ കേബിൾ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ചെറിയ വർക്കാണ്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വണ്ടി ഈ ബാരിയർ, എക്സിറ്റ് ബാരിയറിൽ വണ്ടി എടുക്കുമ്പോൾ കറക്റ്റ് അതിൽ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും വർക്ക് ചെയ്യട്ടെ. നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ വർക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിന് ബുദ്ധിമുട്ടുണ്ട്. വേറെ എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ വർക്കൊക്കെ ഇവിടെ ഫിനിഷായി. ഞാൻ ഇവിടുന്ന് പോവാണ്. അപ്പോൾ അതായത് വർക്ക് എന്തായിരുന്നു വെച്ചിട്ടുണ്ടല്ലേ, ബിൽഡിങ്ങൊക്കെ ഈ പാർക്കിങ്ങൊക്കെ എൻട്രി ആവണേ ഇവിടുത്തെ ഒരു ഗേറ്റാണത്, അതായത് ബാരിയർ എന്ന് പറയും. ആ സൈഡ് എടുത്തത് റൈറ്റ് കാണുന്നത് എൻട്രി, അതിൻ്റെ ക്യാമറ അതാണ്. ഇത് എക്സിറ്റിൻ്റെ ക്യാമറ ആദ്യം ആ കാണില്ലേ ഫസ്റ്റത്തെ ബോക്സ്, ആ ബോക്സിലിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് രാത്രി അർജൻറ്റിൽ വണ്ടികൾ വന്നിട്ട് ഇത് ഓപ്പൺ ആവാനുള്ളൊരു അത്യാവശ്യം നല്ല റേറ്റിലൊരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതൊരു അലുമിനിയം മെറ്റീരിയലാണ്. അപ്പോൾ വണ്ടി 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ടൈമില്ലാത്തവർ വന്ന് ഇടിച്ചിടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമറ ഇവിടെ വെക്കുന്നത്, ഇടിക്കണോലെ പൊക്കാൻ. അപ്പോൾ കമ്പനി അവർക്ക് ഫൈന് ചാർജ് ചെയ്യും. അതായത് 500 ദിർഹംസ് 600 അങ്ങനെ പല റേറ്റിലും കമ്പനി ഫൈന് ചാർജ് ചെയ്യും, ഇല്ലെങ്കിൽ കേസ് കൊടുക്കും. എന്നിട്ട് ആ ഇടിച്ച ടീമിനെ കൊണ്ട് തന്നെ അത് ഫിറ്റ് ചാർജ് അവർ മേടിക്കും. പിന്നെ സാധനം പർച്ചേസ് ചെയ്തിട്ട് ഞാൻ വന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ ആൾ കാണുന്ന ഈ സംഭവം ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ എക്സിറ്റിൽ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ക്യാമറ പോലെ കാണില്ല, അതായത് വണ്ടീൻ്റെ നമ്പറോ ഏത് വണ്ടി അടിച്ചെന്നൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റീലൊക്കേറ്റ് ചെയ്തത് ക്യാമറ. ഓക്കെ, അപ്പോൾ എന്തായാലും അതാണ് ഇവിടുത്തെ വർക്ക്. പിന്നെ ജസ്റ്റ് ഒന്നുമില്ല കേട്ടോ, അവിടെ ആൾറെഡി അവിടെ പവർ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. 12 വോൾട്ടിൻ്റെ പവർ അവിടെ ഉണ്ട്. ക്യാമറൻ്റെ BNC കണക്ടറുണ്ട്, അനലോ ക്യാമറ ആയിരുന്നു. അപ്പോൾ അതിലൊരു ഫീമെയിലാണ് അതിൻ്റെ BNC കണക്ടർ വരിക. അതിനൊരു മെയിൽ കണക്ടർ വെച്ച് 2 കണക്ടർ വെച്ച് അപ്പുറം കണക്ട് ചെയ്തു. പിന്നെ DC, അതായത് 12 വോൾട്ടല്ലേ, ആ വയറും ജോയിൻ്റ് ചെയ്ത് കൂടെ കൊടുന്ന് അങ്ങനെ കണക്ഷൻ കൊടുത്തു. അത്രയും വർക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ക്യാമറ അങ്ങോട്ട്. അപ്പോൾ അതാ അവിടുന്ന് അത്രയും ഭാഗത്തേക്ക് ഞാൻ ചേഞ്ച് ചെയ്തതാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് എൻ്റെ വർക്ക് ഇവിടെ ഫിനിഷായി. അപ്പോൾ വർക്ക് ഫിനിഷായി, ഞാൻ ഇവിടെ നിന്ന് പോവാണ്. അടുത്ത ബിൽഡിങ്ങിൽ വേറെ വർക്കുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനു മുമ്പ് ഞാൻ പറഞ്ഞതും അതുപോലെ തന്നെ ഫുള്ള് കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റണില്ല. എൻ്റെ കൂടെ ആളില്ല, ഞാൻ ഒറ്റക്കാണ് വർക്ക് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ക്യാമറ എടുക്കാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല ടൈമിൽ. അപ്പോൾ അതൊന്നും പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലെങ്കിലും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.